Good morning, students. Last class we discussed about the topic HRP, Human Resource Planning or Manpower Planning. Then its meaning, definition, features, then then പ്രോസസ്സ്. അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് വരെ നമ്മൾ എടുത്തു. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് പ്രീ റിക്വസിറ്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. പ്രീ റിക്വസിറ്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. പ്രീ റിക്വസിറ്റ്സ് എന്ന് എന്താണ്? മുന്നൊരുക്കങ്ങളാണ് അല്ലേ. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു HR മാനേജർ കൺസിഡർ ചെയ്യേണ്ട ചില ഫാക്ടേഴ്സ്, അതാണെന്ത്? പ്രീ റിക്വസിറ്റ്സ് ഓഫ് HR പ്ലാനിങ്. The following factors must be considered before carrying out the process of HRP. താഴെ പറയുന്ന ഫാക്ടേഴ്സാണ് ഒരു HRPയുടെ മുന്നേ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. അതിനെയാണ് എന്ത് പറയുക? പ്രീ റിക്വസിറ്റ്സ് ഓഫ് HR പ്ലാനിങ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. HRP should be done on the basis of the objectives of the organization. If any changes in the objectives, it will certainly affect the HRP. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് ഓർഗനൈസേഷൻ്റെ ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ അലോക്കേഷനും അവരുടെ റിക്രൂട്ട്മെൻറ്റ്, അവരുടെ സെലക്ഷൻ, ട്രെയിനിങ് എല്ലാം എന്തിൻ്റെ ബേസിലായിരിക്കണം? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലാവണം. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലും വരും അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം വേണം ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യാൻ മുന്നേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദെൻ സെക്കൻഡ് വൺ, എക്കണോമിക് കണ്ടീഷൻസ്. Economic factors like demand, availability of raw material, economic policy of the government, etc. are considered before manpower planning. ഓർഗനൈസേഷനിൽ മാൻപവർ പ്ലാൻ ചെയ്യാൻ മുന്നേ അതിൻ്റെ എക്കണോമിക് കണ്ടീഷൻസ് ആയിട്ടുള്ള, എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, എക്കണോമിക് പോളിസി ഓഫ് ദി ഗവൺമെൻറ്, എക്സെട്ര, ഈ കാര്യങ്ങളൊക്കെ അത് മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രമേ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യും, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എഫക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ എക്കണോമിക് കണ്ടീഷനെ ബേസ് ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ എക്കണോമിക് കണ്ടീഷന് സ്യൂട്ട് ആവുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ വരേണ്ടത്. ദ നെക്സ്റ്റ്, എക്സ്പാൻഷൻ പ്രോഗ്രാം. If the management decide the expansion of business, more number of skilled and unskilled employees are required, so it will affect the HRP. ഓർഗനൈസേഷനെ, മാനേജേഴ്സിന് ആ ഫേം എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അപ്പോൾ എപ്പോഴെപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചിലപ്പോൾ ലോങ് ടേം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ്പാൻഷൻ പ്രോഗ്രാമൊക്കെ വരികയാണെങ്കിൽ അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യാൻ. അതാണ് എക്സ്പാൻഷൻ പ്രോഗ്രാം. ദ നെക്സ്റ്റ്, ലേബർ ടേൺ ഓവർ. ഇഫ് ദ മാനേജ്മെൻറ്റ് നോസ് ലേബർ ടേൺ ഓവർ റേറ്റ് ക്ലിയർലി, the estimation of future manpower requirement become an easy task. ലേബർ ടേൺ ഓവർ, എന്തായാലും ഓർഗനൈസേഷനിൽ ലേബർ ടേൺ ഓവർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ലേബർ ടേൺ ഓവർ റേറ്റ് കൃത്യമായിട്ട് മാനേജേഴ്സ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ പ്ലാനിങ് സക്സസ് ആവുള്ളൂ അല്ലേ. അപ്പോൾ ഈ ലേബർ ടേൺ ഓവർ റേറ്റ് എത്രയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വേണം മാൻ പവർ റിക്വയർമെൻറ്റ്സ് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ദ നെക്സ്റ്റ് വൺ, resignation, retirement, etc. Resignation, retirement, death, separation, transfer, layoff, etc. are other factors borne in mind before HRP. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ എംപ്ലോയീസ് ഓർഗനൈസേഷൻ നഷ്ടമാവും അല്ലേ. റെസിഗ്നേഷൻ കൊണ്ടും, റിട്ടയർമെൻറ്റ് കൊണ്ടും, ഡെത്ത് കൊണ്ടും, സെപ്പറേഷൻ കൊണ്ടും, ട്രാൻസ്ഫർ കൊണ്ടും ഒക്കെ ഓർഗനൈസേഷൻ എംപ്ലോയീസ് പുറത്തു പോകും. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഷ് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോ വർഷവും എത്ര റെസിഗ്നേഷൻ ഉണ്ടാവും, അല്ല എത്ര റിട്ടയർമെൻറ്റ് ഉണ്ടാവും. റെസിഗ്നേഷൻ അങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റില്ല. റിട്ടയർമെൻറ്റ് ഉണ്ടാവും. ദെൻ ഡെത്ത് എത്ര എന്നുള്ളതൊരു പ്രോബബിലിറ്റിയാണ് കാണും. അപ്പോൾ പിന്നെ സെപ്പറേഷൻ, ട്രാൻസ്ഫർ, ഇതിനൊക്കെയുള്ള സാധ്യതകളൊക്കെ നോക്കി അതൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം നമ്മുടെ പുതിയ പ്ലാൻ ഉണ്ടാവാൻ. ദെൻ എക്സിസ്റ്റിംഗ് മാൻ പവർ. ഓക്കെ, അപ്പോൾ എവിടെ എത്രത്തോളം എംപ്ലോയീസ് ഉണ്ട് നോക്കിയതിന് ശേഷമാണ് ഇനി എത്ര വേണം തീരുമാനിക്കുക അല്ലേ. സോ പ്രസൻറ്റ് മാൻ പവർ ഇൻവെൻട്രി വിൽ ഹെൽപ്പ് വൈൽ ഡൂയിങ് മാൻ പവർ പ്ലാനിങ് പ്രോസസ്സ്. അപ്പോൾ പുതിയ പവർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അവിടെ എത്രത്തോളം എംപ്ലോയീസ് ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കണം.
ദ നാച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ നാച്ചർ അനുസരിച്ച് വേണം മാൻ പവർ പ്ലാൻ ചെയ്യാൻ. ചിലപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സും ചെറിയ ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് മതി. പക്ഷേ ലാർജ് ഫേമും ഒരുപാട് പിന്നെ ഫേംസൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് വലിയ പ്ലാൻ വേണ്ടി വരും അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ നാച്ചർ അനുസരിച്ചും HRP മാറും. ഇത്രയും പോയിൻറ്റ്സാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, എക്കണോമിക് കണ്ടീഷൻ, എക്സ്പാൻഷൻ പ്രോഗ്രാം, ലേബർ ടേൺ ഓവർ, റെസിഗ്നേഷൻ, റിട്ടയർമെൻറ്റ് എക്സെട്ര, എക്സിസ്റ്റിംഗ് മാൻ പവർ, നാച്ചർ ഓഫ് ബിസിനസ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യാൻ. നെക്സ്റ്റ് ടോപ്പിക്ക് ലിമിറ്റേഷൻസ് ഓഫ് HRP. അത് ജസ്റ്റ് പോയിൻറ്റ്സേ ഞാൻ തന്നിട്ടുള്ളൂ. കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ജസ്റ്റ് പോയിൻറ്റ്സ് നോക്കി വെച്ചാൽ മതി. ഒന്ന് ഇനാക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ എന്താണ്? മാൻ പവർ പ്ലാനിങ് ആണ് അല്ലേ. പ്ലാൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിന് ഇനാക്യുറസിക്ക് സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട് ഇനാക്യുറസിക്ക്. ദെൻ റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസ്. HRP കൊണ്ട് ഓവർലോഡ് വരുമെന്ന് കരുതിയിട്ട് എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസ്. ഇൻഎഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ ലീഡ്സ് ടു ഇനാക്യുറേറ്റ് HRP. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുക അല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ സിസ്റ്റം, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇൻഎഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് HRP ഇനാക്യുറേറ്റ് ആയിട്ട് വരും. ദെൻ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, എക്സ്പെൻസീവ് പ്രോസസ്സാണ്. ദെൻ നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് നെഗറ്റീവ്ലി എഫക്റ്റ് HRP. അപ്പോൾ HRPയിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഇൻവോൾവ് ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് ലിമിറ്റേഷൻസ്. ഒന്ന് ഇനാക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ്, ദെൻ റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസ്, ഇൻഎഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ, ടൈം കൺസ്യൂമിങ്, എക്സ്പെൻസീവ്, നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് നെഗറ്റീവ്ലി എഫക്റ്റ് HRP. ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് HRP. ദ നെക്സ്റ്റ് ടോപ്പിക്ക് സ്ട്രാറ്റജിക് HRP. നമ്മൾ നേരത്തെ HRM-ഉം SHRM-ഉം പഠിച്ചില്ലേ. അതുപോലെ തന്നെ HRP-യും SHRP ഉണ്ട്. നേരത്തെ SHRM എന്ന് പറഞ്ഞത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയിരുന്നു. ഇവിടെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. സെയിം തന്നെയാണ്. അപ്ലിക്കേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയിരുന്നു SHRM അല്ലേ. അതുപോലെ തന്നെ ഇവിടെ HRP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്ലാൻ ഫോർ കോർപ്പറേറ്റ് HR ഓപ്പറേഷൻ. കോർപ്പറേഷൻ്റെ HR ഓപ്പറേഷൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനാണെന്ത്? സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. It should serve as a link between human resource management and overall strategic plan of an organization. ഒരു ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ഓവറോൾ സ്ട്രാറ്റജിക് പ്ലാനിൻ്റെ ഇടയിലുള്ളൊരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ് SHRP. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകണം. എന്താണ്? ഓർഗനൈസേഷൻ്റെ ഗോൾ അറ്റൈൻ ചെയ്യണം, അതായത് സ്ട്രാറ്റജിക് ഗോൾസ് അറ്റൈൻ ചെയ്യണം ത്രൂ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ദർ ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് overall strategic plan of an organization. Okay, അതിൻ്റെ മീനിങ് ഇതാ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് top management determines an organization's overall purposes and objectives and how the organization will achieve these over time. And it is a process in which top management determines an organization's overall purpose and objectives. ഒരു ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അവരുടെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പർപ്പസും ഒബ്ജക്റ്റീവ്സും ഡിറ്റർമൈൻ ചെയ്യുന്നു. ആൻഡ് ഹൗ ദി ഓർഗനൈസേഷൻ വിൽ അച്ചീവ് ദീസ് ഓവർ എ ടൈം. ഈ ഓർഗനൈസേഷൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അതെങ്ങനെ നേടിയെടുക്കുന്നു എന്ന് മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? SHRP. അപ്പോൾ സ്ട്രാറ്റജീസ് എങ്ങനെ നമ്മൾ അറ്റൈൻ ചെയ്യുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കലാണ് എന്ത്? SHRP. അപ്പോൾ അതിന് 4 സ്റ്റെപ്സാണുള്ളത്. SHRPക്ക് 4 സ്റ്റെപ്സാണുള്ളത്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ചെറുങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് അഥവാ വരികയാണെങ്കിൽ എഴുതാൻ വേണം. അപ്പോൾ 4 സ്റ്റെപ്സാണ് വരുന്നത്. ദർ ആർ 4 സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ മിഷൻ ഡിറ്റർമിനേഷൻ, സെക്കൻഡ് എൻവിയോൺമെൻറ്റൽ അസസ്മെൻറ്റ്, തേർഡ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, ഫോർത്ത് സ്ട്രാറ്റജിക് സെറ്റ്. Mission determination. What an organization want to accomplish over a time. ഒരു ഓർഗനൈസേഷൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണത്. ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് മിഷൻ. വാട്ട് ആൻ ഓർഗനൈസേഷൻ വാണ്ട് ടു അക്കംപ്ലിഷ് ഓവർ എ ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ഓർഗനൈസേഷൻ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷ്, അതാണ്
അല്ലെങ്കിൽ ഒരു ഗോൾ, അതാണ് മിഷൻ. ആ മിഷൻ എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ്. എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുക SWOT അനാലിസിസ് ആണ്. SWOT അനാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? SWOT. മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും. SWOT അനാലിസിസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ് അനാലിസിസ് ആണ്. ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റിലുള്ള സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ്. ദെൻ ഒബ്ജക്റ്റീവ് സെറ്റിംഗ്. ഓക്കെ, നമ്മുടെ മിഷൻ എന്താണ് തീരുമാനിച്ചു, അതിനുള്ള ചുറ്റുപാടുകളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ അനലൈസ് ചെയ്തു. ദെൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്നു. മിഷൻ ഡിറ്റർമിനേഷൻ, എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ്, ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, സ്ട്രാറ്റജിക് സെറ്റിംഗ്. ഇത്രയാണ് SHRPൻ്റെ സ്റ്റെപ്പുകൾ, 4 സ്റ്റെപ്പുകൾ. ഓക്കെ, ദെൻ കൺവെൻഷണൽ വേഴ്സ് സ്ട്രാറ്റജിക് HRP. സാധാരണ HRPയും SHRPയും തമ്മിലുള്ള എന്താണ് ഡിഫറൻസസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. SHRPയും HRPയും തമ്മിലുള്ള പോയിൻറ്റ്സ് നോക്കുക. ഒന്ന്, എൻഷുർ ടു പ്ലേസ് റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് വർക്ക്. HRP എന്ന് പറഞ്ഞാൽ എൻഷുർ ടു പ്ലേസ് റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് വർക്ക്. ശരിയായ ആളെ ശരിയായ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്നത് എൻഷുർ ചെയ്യുന്ന പ്ലാനിങ് ആണെന്ത് HRP. SHRP എന്ന് പറഞ്ഞാൽ ജനറേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ സ്ട്രാറ്റജിക് പ്ലാൻസ്. പുതിയ സ്ട്രാറ്റജിക് പ്ലാൻസ് ജനറേറ്റ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ SHRPയും ചെയ്യുന്നത്. ദെൻ HRPയിലേക്ക് ഇൻക്ലൂഡ്സ് എംപ്ലോയി റിക്രൂട്ട്മെൻറ്റ്, റീടെൻഷൻ ആൻഡ് ട്രെയിനിങ്. എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റും റീടെൻഷനും ട്രെയിനിങ്ങുമാണ് HRPയിൽ വരുന്നത്. അതുപോലെ SHRPയിലേക്ക് ഇൻക്ലൂഡ്സ് ഇഷ്യൂസ് സച്ച് ആസ് എൻറ്ററിങ് ന്യൂ മാർക്കറ്റ്സ്, ഡെവലപ്പിംഗ് ന്യൂ കോമ്പിറ്റൻസീസ് എക്സെട്ര. പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതും പുതിയ കോമ്പിറ്റൻസീസ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെയാണ് SHRPയിൽ വരിക. ദെൻ HRP ഈസ് എ മിഡിൽ ലെവൽ ഫംഗ്ഷൻ, SHRP ഈസ് എ ടോപ്പ് ലെവൽ ഫംഗ്ഷൻ. Then HRP focus on both present and future needs. Present needsum future needsum consider ചെയ്യുന്നുണ്ട് HRP, but mainly focus on future needs. SHRP mainly focus on future needs. Then HRP covered a narrow area, but SHRP covered a wide area. No specialized planners are needed in HRP, but SHRP specialized planners needed. So ആണ് HRP SHRP തമ്മിലുള്ള റിലേഷൻസ്. എന്തൊക്കെ പറഞ്ഞേ? റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് വർക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് HRP. ന്യൂ ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാൻ ജനറേറ്റ് ചെയ്യുകയാണ് SHRP. ഇതിൽ എംപ്ലോയി റിക്രൂട്ട്മെൻറ്റ്, റിട്ടൻഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. ഇവിടെ എൻ്ററിങ് ന്യൂ മാർക്കറ്റ്, ഡെവലപ്പിംഗ് ന്യൂ കോമ്പിറ്റൻസീസ് എക്സെട്രയാണ്. ഇവിടെ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഫ്യൂച്ചർ നീഡ്സ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇത് മിഡിൽ ലെവൽ ഫംഗ്ഷനാണ്, ഇത് ടോപ്പ് ലെവൽ ഫംഗ്ഷനാണ്. ഇതൊരു കുറഞ്ഞ ഏരിയ മാത്രം കവർ ചെയ്യുന്നു, ഇവിടെ വൈഡ് ഏരിയ കവർ ചെയ്യുന്നു. നോ സ്പെഷ്യലൈസ്ഡ് പ്ലാനേഴ്സ് ആർ നീഡ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. എന്തൊക്കെയാണ് നോക്കാം? പ്രീ റിക്വസിറ്റ്സ് ഓഫ് HR പ്ലാനിങ്, ലിമിറ്റേഷൻസ് ഓഫ് HRP, പിന്നെ സ്ട്രാറ്റജിക് HRP അതിൻ്റെ സ്റ്റെപ്പുകൾ, കൺവെൻഷൻ വേഴ്സ് സ്ട്രാറ്റജിക് HRP. ഓക്കെ, എല്ലാവരും ക്ലാസ് കാണുക, നോട്ട്സൊക്കെ എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.